തന്റെ പരിശുദ്ധിയാൽ മഹാപ്രതാപിയായിരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ, ഇന്നും മഹത്വത്തിൽ ജീവിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും അറിയിക്കുന്നു. നമ്മുടെ ദൈവം നല്ലവൻ, തന്നിൽ ആശ്രയിക്കുന്നവരെ തന്റെ ദയ ചുറ്റിക്കൊള്ളുന്നു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. കർത്താവിന് സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പലയിടങ്ങളിലും പല ബദ്ധപ്പാടുകളിലായിരിക്കുന്നവരുണ്ട്. ദൈവം അവരെ എല്ലാവരെയും അതാത് സ്ഥാനങ്ങളിൽ സൂക്ഷിക്കുമാറാകട്ടെ എന്നും ദൈവത്തോട് അപേക്ഷിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ദ കൗണ്ടർഫീറ്റ് ക്രൈസ്റ്റ്, എതിരാളിയായ ഒരു പകർപ്പായ ക്രിസ്തു, സത്യ ദൈവത്തിന്റെ, സത്യ ക്രിസ്തുവിന്റെ ഒരു വ്യാജ പതിപ്പ്. അവനെയാണ് എതിർ ക്രിസ്തുവെന്നും അന്തിക്രിസ്തുവെന്നും ഒക്കെ യോഹന്നാൻ തന്റെ ലേഖനങ്ങളിൽ വിളിച്ചിരിക്കുന്നത്. മറ്റു പല പേരുകൾ നാം തിരുവെഴുത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവനുള്ളതായിട്ട് കണ്ടു. എല്ലാവരും അറിയുന്ന പൊതുവായ പേരാണ് കള്ളക്രിസ്തു, അന്തിക്രിസ്തു എന്നൊക്കെ. അതുപോലെ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നവർക്ക് വളരെ പരിചിതമായ പേര് മൃഗം എന്നുള്ളതാണ്, ബീസ്റ്റ് എന്നുള്ളതാണ്. ദാനിയേൽ പ്രവചനം പഠിക്കുന്നവര് പൊതുവെ ദ ലിറ്റിൽ ഹോൺ, ചെറിയ കൊമ്പ് എന്നിവനെ വിളിക്കും. വരുവാനുള്ള പ്രഭു എന്ന് വിളിക്കും. ഇങ്ങനെ വിവിധമായ നാമങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എതിർ ക്രിസ്തു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവൻ ഒരു ഭരണാധിപനായിരിക്കും, ഒരു സാങ്കേതിക വിദഗ്ധനായിരിക്കും, നല്ല രാഷ്ട്രീയ നിരീശ്വരവാദിയായിരിക്കും എന്നെല്ലാമുള്ള കാര്യങ്ങൾ നമ്മൾ എതിർ ക്രിസ്തുവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. സ്തോത്രം. നമ്മൾ ഇന്നലെ രാത്രി വരെ ചിന്തിച്ച മനസ്സിലാകാതെ ഉണ്ടെങ്കിലോ സംശയങ്ങൾ ഉണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും അഭിപ്രായമോ എന്തെങ്കിലും പൊതുപ്രയോജനത്തിനായിട്ട് പങ്കുവയ്ക്കുവാനുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് അതിനുള്ള അവസരമാണ്. ഒന്നുമില്ല എന്ന് തന്നെ ഞാൻ ഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത്, നമ്മുടെ ദൈവത്തിന് ഒരു നിത്യ പദ്ധതിയുണ്ട്. അതിനെ പൗലോസ് ശ്ലീഹ എഫേസ്യ ലേഖനം 3:10-11 വാക്യങ്ങളിൽ വിളിക്കുന്നത് ദൈവത്തിന്റെ അനാദി നിർണയം എന്നാണ്. ദൈവത്തിന്റെ അനാദി നിർണയം, ഇറ്റേണൽ പർപ്പസ് ഓഫ് ഗാഡ്. ഈ നിത്യമായ അനാദി നിർണയം ദൈവം നിർണയിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ തന്നെ തീരുമാനിച്ചത്, അങ്ങനെ തന്നെ അതിനെ ഉറപ്പിച്ചത് ലോകം ഉണ്ടാകും മുൻപെയാണ്. ആരുടെയെങ്കിലും സ്വാധീനം കൊണ്ട് ദൈവം അങ്ങനത്തെ ഒരു തീരുമാനമോ ഒരു നിർണയമോ എടുത്തതല്ല.
ദൈവത്തിന്റെ തീരുമാനങ്ങളുടെ പുറകിൽ ദൈവത്തിന്റെ തിരുഹിതമാണ്. തിരുഹിതം. അപ്പോൾ ദൈവത്തിന്റെ ഭൂമിയിൽ ഇനിയും നിറവേറുവാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ മക്കളെ പൂർണ്ണമായും യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരുന്ന കാലാവധിയാണ് 70 ആഴ്ചവട്ടം. 70 ആഴ്ചവട്ടങ്ങൾ. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടാൻ മനുഷ്യൻ കൂട്ടാക്കാതെ വന്നു. അതുകൊണ്ട് അതിനിടയിൽ മറ്റു പലതും സംഭവിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് കരുതി ദൈവം തന്റെ പദ്ധതിയായ ആ അനാദി നിർണയത്തെ മാറ്റുന്നില്ല. ദൈവത്തിന്റെ അനാദി നിർണയത്തെ വഴി തിരിച്ചു വിടുവാൻ ആർക്കും കഴിയുകയില്ല. ആർക്കും കഴിയുകയില്ല. ദൈവം ആ അനാദി നിർണയങ്ങളെ നിറവേറ്റുക തന്നെ ചെയ്യും. നിറവേറ്റുക തന്നെ ചെയ്യും. ആ പദ്ധതികൾക്ക് യാതൊരു തരത്തിലുമുള്ള വ്യതിയാനങ്ങളില്ല, മാറ്റങ്ങളില്ല. അത് ദൈവത്തിന്റെ നിത്യനിർണയങ്ങളാണ്. ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പൗലോസ്ലീഹ റോമർ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. റിബേക്കയ്ക്ക് 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ട്വിൻ കിഡ്സ്, ഇരട്ട കുട്ടികൾ. നമുക്കറിയാം, ദൈവത്തെക്കുറിച്ച് നാം വായിക്കുന്നത്, ദൈവം ആ ഇരട്ട കുട്ടികളിൽ ഒരുത്തനെ ഉപേക്ഷിച്ചു, മറ്റൊരുത്തനെ സ്നേഹിച്ചു. കയീനെ തള്ളിക്കളഞ്ഞത് വാക്യം ഒന്ന് വായിക്കാമോ? 9:11. 9:11. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ കണ്ടോ, കുട്ടികൾ ജനിച്ചില്ല. അമ്മയുടെ ഉദരത്തിൽ ഉരുവായിട്ടുള്ളൂ. അതുകൊണ്ട് അവർ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. കുട്ടികൾ ജനിച്ചിട്ടില്ല, അവർ ഗുണമോ ദോഷമോ പ്രവർത്തിച്ചിട്ടുമില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം, തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല. പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം വേണം വരാൻ.
അതിനാണ് ഞാൻ യാക്കോബിനെ സ്നേഹിച്ചുവെന്നും ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞത്. അപ്പൊ ഈ സ്നേഹമോ ദ്വേഷമോ അവരുടെ രണ്ടുപേരുടെയും പ്രവൃത്തിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. ഇപ്പൊ ദൈവത്തിന്റെ അനാദി നിർണയം, നിത്യ പദ്ധതി, അത് ദൈവം സകല കാലത്തിനു മുമ്പ് തന്നെ തീരുമാനിച്ചതാണ്. അതിനെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. ആ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒന്നും കൂടെയാണ് എതിർ ക്രിസ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പ്രോഫറ്റിക്കൽ സബ്ജക്ട്സ്, പ്രവചന വിഷയങ്ങൾ എന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കുമല്ലോ, ഏറ്റവും ആദ്യത്തെ പ്രവചന വിഷയം എന്താണ്? ജെനസിസ് 3:15. ജെനസിസ് 3. ഓക്കെ. എന്ന് വെച്ചാൽ ആദ്യത്തെ വാഗ്ദത്തം മശിഹയുടെ വാഗ്ദത്തമാണ്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാ. ആദ്യത്തെ വാഗ്ദത്തം മശിഹായുടെ വാഗ്ദത്തമാണ്, മശിഹൈക വാഗ്ദത്തം. സ്തോത്രം. അതുപോലെ തന്നെ എതിർ ക്രിസ്തുവും ഒരു പ്രവചന വിഷയമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് the key, first and foremost promise. യേശു ക്രിസ്തു മശിഹയാണ് യഥാർത്ഥവുമായ ദൈവത്തിന്റെ വാഗ്ദത്തം. ആദ്യ പ്രവചന വിഷയം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണുമടച്ചു പറയാം, ക്രിസ്തുവാണ്. അതുപോലെ തന്നെ ഒരു പ്രവചന വിഷയമാണ് ആന്റി ക്രൈസ്റ്റ് എന്നുള്ളത്. എതിർ ക്രിസ്തുവിനെ കുറിച്ചും പ്രവചനങ്ങൾ ഉള്ളതായി നമ്മൾ കണ്ടു. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നാം അതേപ്പറ്റിയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശം ദൈവം അനുവദിച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ദൈവം അനുവദിച്ചിട്ടാണ്. നമ്മുടെയും ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത് ദൈവത്തിന്റെ അറിവോടും അനുവാദത്തോടു കൂടെയുമാണെന്ന് മനസ്സിലാക്കണം. സ്തോത്രം. പാല് തിളപ്പിക്കാൻ അടുപ്പിൽ വെച്ചിട്ട് അത് വെക്കുന്നയാള് അമ്മയോ ഭാര്യയോ പെങ്ങളോ മോളോ ഒക്കെ ആയിക്കോട്ടെ, അവര് ആ പരിസരത്ത് നിന്ന് മാറത്തില്ല. ശ്രദ്ധ അതിന്മേലായിരിക്കും. തിളച്ച് തൂകി സ്റ്റൗവും കെട്ട് എല്ലാം കൂടെ ഗുലുമാലാകാൻ വേണ്ടി വിട്ടുകൊടുക്കില്ല. എന്നതുപോലെ ദൈവം അനാദി നിർണയം നിർണയിച്ച് വാഗ്ദത്തങ്ങൾ തന്നിട്ട് എവിടെയെങ്കിലും പോയി ചുമ്മാ കുത്തിയിരിക്കുന്നവനല്ല. He is able to bring the history unto its fulfillment. മനസ്സിലായോ? വാഗ്ദത്തം തന്ന ദൈവം വാഗ്ദത്തം തന്നിട്ട് എവിടെയെങ്കിലും പോയി വെറുതെ നേരം കളയുന്നവനല്ല. പകരം ദൈവത്തിന്റെ അനാദി നിർണയങ്ങളെ നിർവഹിക്കുവാൻ അഹോരാത്രം ജാഗരൂകനായിരിക്കുന്ന ഒരുവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം.
മനസ്സിലാവുന്നുണ്ടല്ലോ? എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തിന് പിന്നിൽ ദൈവത്തിന്റെ നിത്യ പദ്ധതി ഉണ്ട് എന്ന് സാരം. ദൈവത്തിന്റെ അനാദി നിർണയപ്രകാരമാണ് എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ 1-ഉം 2-ഉം വാക്യങ്ങളിൽ നാം കണ്ടു, കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുന്നു, ചില സംഭവങ്ങൾ അവിടെ ഉണ്ടാകും. മനസ്സിലാക്കുക, ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളും പദ്ധതികളും നിവർത്തിക്കാതിരിക്കുന്നില്ല. അവയെ മാറ്റാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണ്ട. സ്തോത്രം. എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തിന് കാരണമെന്തെന്നും നാം ഇന്നലെ ഒടുവിൽ കണ്ടിരുന്നു. സത്യത്തെ വിശ്വസിക്കാഞ്ഞതുകൊണ്ടും ജനം സത്യത്തെ അനുസരിക്കാഞ്ഞതുകൊണ്ടും അങ്ങനെയുള്ള കാരണങ്ങളും നമ്മൾ കണ്ടു. ഒരിക്കൽ കൂടെ 6-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 6 verses 1 and 2 Revelation. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. നമ്മൾ കണ്ടു, കുഞ്ഞാടാണ് മുദ്ര പൊട്ടിക്കുന്നത്. ആ മുദ്രിത പുസ്തകത്തെ കുറിച്ചും നമ്മൾ കണ്ടു. എന്താണെന്ന് ഓർമ്മ കാണുമല്ലോ. 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ഈ പുസ്തകം വാങ്ങാനും അതിന്റെ മുദ്രകൾ തുറപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ സിംഹമലറുന്നത് പോലെ ചോദിക്കുന്ന ഒരു ദൂതനെയും കണ്ടു. എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ അധോ ലോകത്തിലോ ഈ പുസ്തകം വാങ്ങാനും മുദ്രകൾ പൊട്ടിക്കുവാനും യോഗ്യനായിട്ട് ആരെയും കണ്ടില്ല. അതിന്റെ അർത്ഥം നമ്മൾ കണ്ടതായിരുന്നു. ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്. അതിൽ യോഗ്യനായി ദൈവ കുഞ്ഞാട് മാത്രമേ ഉള്ളൂ എന്ന് വന്നപ്പോൾ അതിന്റെ അർത്ഥം എന്താ? സ്വർഗത്തിലോ ഭൂമിയിലോ അധോലോകത്തിലോ ആർക്കും ഇല്ലാത്ത വിശേഷത ഈ പുസ്തകം വാങ്ങുന്നയാളിനുണ്ടാകണം. മനസ്സിലാവുന്നുണ്ടല്ലോ? വേറെ ആർക്കും ഇല്ലാത്ത പ്രത്യേകത, പ്രത്യേകമായ കാര്യം ഇത് വാങ്ങുവാനുള്ള വ്യക്തി ചെയ്തിരിക്കണം. വേറെ ആർക്കും ഇല്ലാത്ത അധികാരം ഇത് വാങ്ങുവാൻ യോഗ്യനായ വ്യക്തിക്ക് ഉണ്ടാകണം. മനസ്സിലായോ? 3 കാര്യങ്ങളാ പറയുന്നത്. എന്താ? ഈ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്രകൾ തുറക്കുവാനും യോഗ്യത വേണം. യോഗ്യത. എന്ത് യോഗ്യതയാ? വേറെ ആരും ചെയ്തിട്ടില്ലാത്തത് ഈ വ്യക്തി ചെയ്തിരിക്കണം. അതുകൊണ്ടാണല്ലോ മൂവുലകിലും ആർക്കും ഈ പുസ്തകം മുമ്പോട്ട് വന്ന് വാങ്ങുവാൻ കഴിയാതെ പോയത്. സ്തോത്രം. അപ്പൊ വേറെ ആരും ചെയ്യാത്തത്
വേറെ ആർക്കും ചെയ്യുവാൻ കഴിയാത്തതും വേറെ ആർക്കും ചെയ്യുവാൻ കഴിയാത്തതുമായ എന്തൊക്കെയോ പ്രത്യേകതകൾ ഈ പുസ്തകം വാങ്ങുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും വ്യക്തമാണല്ലോ. എന്നാൽ മൂവുലകിലും ആരെയും കാണാഞ്ഞപ്പോൾ യോഹന്നാൻ കരഞ്ഞു. ഒടുവിൽ മൂപ്പന്മാരിൽ ഒരുത്തൻ വന്നിട്ട് യോഹന്നാനോട് പറയുന്നുണ്ട്, നീ കരയണ്ട, ഒരാളുണ്ട്, ജയം പ്രാപിച്ചവൻ. അപ്പൊ നമുക്കറിയാം, ഈ പുസ്തകം വാങ്ങുക എന്നത് എല്ലാവരെ കൊണ്ടും ഒക്കുന്ന കാര്യമല്ല. ഈ പുസ്തകം വാങ്ങുക എന്നുള്ളത് എന്തോ ഒരു പ്രത്യേകത ഉള്ള ഒരാൾക്ക് മാത്രമേ പറ്റൂ. ആ പ്രത്യേകത എന്തെന്ന് നമുക്കറിയാം. സ്തോത്രം. എന്താണ്? യേശുക്രിസ്തു മുഴുവൻ വിലയും കൊടുത്ത് മാനവജാതിയെ വീണ്ടെടുത്തു. ആമേൻ. പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ, മനുഷ്യജാതിയെ മുഴുവനും വീണ്ടെടുക്കുവാനുള്ള വീണ്ടെടുപ്പ് വില നൽകിയ വ്യക്തിയായിരിക്കണം ഈ പുസ്തകം വാങ്ങുന്നത്. 49-ാം സങ്കീർത്തനം 7, 8, 9 വാക്യങ്ങൾ. Psalm 49, 7, 8 and 9. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. സ്തോത്രം. ഈ വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമാണെന്ന് എനിക്കറിയാം. കാരണം വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ സങ്കീർത്തനം വായിച്ച് നമ്മൾ പ്രബോധനം കേൾക്കാറുണ്ട്. പണ്ടൊക്കെ ഞങ്ങള് പാസ്റ്റർമാര് എന്തെങ്കിലും പ്രാർത്ഥിച്ചും ഒരുങ്ങിയും ഒക്കെ സങ്കീർത്തനങ്ങൾ പലതാണ് വായിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴൊക്കെ മിക്കവരും ചാർജ് എടുക്കുന്ന ആദ്യത്തെ ഞായറാഴ്ച തൊട്ട് സങ്കീർത്തനം 1, 2 എന്ന ഒരു ക്രമത്തിൽ അങ്ങ് വായിച്ചു പോവുക. ഇപ്പോൾ 150 സങ്കീർത്തനം വായിച്ചു കഴിയുമ്പോഴേക്കും പാസ്റ്റർക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ആകണമെന്ന് പാസ്റ്റർക്ക് ഒരാഗ്രഹം, അദ്ദേഹത്തെ പറഞ്ഞു വിടണമെന്ന് വിശ്വാസികൾക്ക് ഒരാഗ്രഹം. എങ്ങനെയായാലും നമ്മൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധനങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് സങ്കീർത്തനം 49-ന്റെ 7, 8, 9 വാക്യങ്ങളിൽ നാം വായിച്ചത്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. ഇവിടെ ഒക്കത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. എന്ത്? മനുഷ്യന്റെ വീണ്ടെടുപ്പ് ഒക്കത്തില്ല. ഈവൻ ദോ people acknowledge that they are lost, they confess here that it is quite impossible to redeem such people, that also from sin. ഇവിടെ നാം കാണുന്നു, മനുഷ്യൻ പാപിയാണ്, മനുഷ്യന് വീണ്ടെടുപ്പ് വേണം, മരണത്തിൽ നിന്ന് മോചനം വേണം. പാപം മരണത്തിലേക്ക് തള്ളിവിട്ടു. പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് സകല മനുഷ്യരും അധീനരാണ്. ഇതെല്ലാം
വാസ്തവമാണെങ്കിലും പഴയ നിയമകാലത്ത് അവർ ഉറപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് രണ്ട് കാര്യങ്ങൾ. എന്തൊക്കെയാണ്? സഹോദരനെ നിത്യജീവനിലേക്ക് നടത്താൻ ആർക്കും കഴിയില്ല. അതായത് മനുഷ്യന് നിത്യജീവൻ കൊടുക്കാൻ, മരണം കാണാതെ, ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഒരിക്കലും സാധ്യമാണോ? സാധ്യമല്ലയോ? നിങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയാ. സാധ്യമല്ല. രണ്ടാമത് സാധ്യമല്ലാത്ത കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇത് സാധ്യമാകണമെങ്കിൽ അവന്റെ വീണ്ടെടുപ്പിന്റെ വില ദൈവത്തിന് കൊടുക്കണം. Two things, major themes or necessities. One, a deliverance from death. മരണത്തിൽ നിന്നുള്ള മോചനം. എന്നേക്കും ജീവിച്ചിരിക്കണം. The second thing, paying the redemption price, the price of redemption, or paying the ransom. മറുവിലയായി വീണ്ടെടുപ്പ് വില കൊടുക്കുകയും വേണം. പക്ഷെ അതും സാധ്യമല്ല. പഴയ നിയമത്തിന്റെ ചിന്താഗതിയാണ്. പഴയ നിയമകാലത്തെ മനസ്സിലാക്കലാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പും സാധ്യമല്ല, മനുഷ്യന് നിത്യജീവനും ലഭ്യമല്ല. ഇങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരുന്നു? സ്തോത്രം. പക്ഷേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്ത്? മനുഷ്യനെ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കുന്ന നിത്യജീവങ്കലേക്ക് നടത്തുവാൻ സാധിക്കും. മനുഷ്യന് നിത്യജീവിതം സാധ്യമാണ്. രണ്ട്, അവന്റെ വീണ്ടെടുപ്പും സാധ്യമാണ്. But in the New Testament, now we understand these two things are quite possible. Eternal life for the corruptible man is possible. Okay? And also paying the ransom as a price of redemption, that also is possible. രണ്ട് കാര്യങ്ങൾ സാധ്യമാണ്. സാധ്യമല്ലെന്ന് പഴയ നിയമം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ഭക്തന്മാർ കരുതി. പക്ഷേ പുതിയ നിയമം എന്തു പറയുന്നു? ഇത് രണ്ടും സാധ്യമാണ്. സ്തോത്രം. ഇത് രണ്ടും സാധ്യമാണ്. ഏതൊക്കെ? മനുഷ്യന് നിത്യജീവൻ സാധ്യമാണ്. രണ്ട്, മനുഷ്യന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കുന്നതും സാധ്യമാണ്. ഇതിന് രണ്ടിനും മറുപടി ആയിട്ടാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. സ്തോത്രം. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില കാൽവറി ക്രൂശിൽ കൊടുത്തു. എന്നിട്ട് നമുക്കെല്ലാവർക്കും നിത്യജീവന്റെ വാഗ്ദത്തവും തന്നു. സ്തോത്രം. അപ്പം സങ്കീർത്തനം 41 7, 8, 9 വാക്യങ്ങളുടെ മറുപടിയാണ് നമ്മുടെ കർത്താവായ യേശു. സ്തോത്രം. അപ്പം പാപത്തിൽ ആണ്ടുപോയ മനുകുലത്തെ രക്ഷിക്കുവാൻ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. തന്റെ പുത്രനെ കർത്താവ് ഭൂമിയിലേക്ക് അയച്ചു.
അവൻ വന്ന് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി, പ്രായശ്ചിത്തം വരുത്തി, വീണ്ടെടുപ്പിന്റെ വില കൊടുത്തു, സൗജന്യമായി രക്ഷ നമുക്ക് നേടിത്തന്നു. പഴയ നിയമത്തിൽ സാധ്യമല്ല എന്ന് പറഞ്ഞ ഈ കാര്യം സ്വർഗത്തിലോ ഭൂമിയിലോ അധോലോകത്തിലോ ഉള്ള ആരെങ്കിലും നിവർത്തിച്ചിട്ടുണ്ടോ? യേശു അല്ലാതെ വേറെ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് തങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാൻ യോഗ്യതയില്ലെന്നും പറഞ്ഞ് ബാക്കി സകലരും പിറകോട്ട് പോയത്. ഈ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും അല്ലെങ്കിൽ തുറക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന ശക്തനായ ദൂതന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ആർക്കും മറുപടി കൊടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, എല്ലാവരും സ്തബ്ധരായിരിക്കുമ്പോൾ, ദാ ദൈവപുത്രൻ മുൻപോട്ട് വരിക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ആ പുസ്തകം വാങ്ങാനുള്ള യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് നിത്യജീവൻ കൊടുത്തയാൾ. 2, വീണ്ടെടുപ്പ് സാധ്യമല്ല എന്ന് പറഞ്ഞെടുത്ത് വീണ്ടെടുപ്പ് വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത ഒരു യോഗ്യത. ഈ 2 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഈ പുസ്തകം വാങ്ങാനും അതിന്റെ മുദ്ര തുറക്കുവാനുമായിട്ടുള്ളത്. സ്തോത്രം. കൂടെ നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടോ? അതോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതുള്ളൂ? ഇല്ല പാസ്റ്ററെ, മനസ്സിലാവുന്നില്ല. അല്ല മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പുസ്തകം വാങ്ങാനും മുദ്ര തുറക്കുവാനും യോഗ്യത എന്ന് പറയുന്നത് എന്താണ് എന്നാണ് നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്നത്. നേരത്തെ പറഞ്ഞതാണെങ്കിലും ആ മുദ്രകൾ പൊട്ടിക്കുന്ന 6-ാം അധ്യായത്തിൽ അതൊന്നും കൂടെ അയവിറക്കുന്നു എന്ന് മാത്രം. അന്ന് ഞാൻ പറയാതിരുന്ന ചില കാര്യങ്ങൾ കൂടെയാണ് എന്ന് പറയുന്നത്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് മരണത്തെ നീക്കി അക്ഷയതയും നിത്യജീവനും വരുത്തിയ ആൾക്ക് മാത്രമേ ഈ പുസ്തകം വാങ്ങാനും അതിൻ്റെ മുദ്രകൾ തുറക്കുവാനും സാധ്യമാവുകയുള്ളൂ. 2 തിമോത്തിയോസ് 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. 2 Timothy chapter 1 verse 10. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. സ്തോത്രം. പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് പശ്ചാത്തലത്തിലേക്കും പോകുന്നില്ല. നമുക്ക് വേണ്ട ഒരു കാര്യം മാത്രം എടുക്കുന്നുള്ളൂ. 49-ാം സങ്കീർത്തനത്തിന്റെ 7, 8, 9 വാക്യങ്ങളിലായി നമ്മൾ കണ്ടു, സഹോദരനെ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അതിന് മറുപടി ഇവിടെ പൗലോസ് പറയുന്നു, മരണം നീക്കി പിന്നെ ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി. ഇതായിരുന്നു 49-ാം സങ്കീർത്തനത്തിലെ ആവശ്യം, മരണം നീക്കുക. ഇവിടെ മരണം നീക്കി ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി. സ്തോത്രം. ആരാണ്
മരണം നീക്കുകയും മരണഭീതിയിലായിരുന്ന ജനതയെ മുഴുവനും മോചിപ്പിക്കുകയും 3 ജീവനും 4 അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തവൻ, അവനാണ് ഏകയോഗ്യൻ ഈ പുസ്തകം വാങ്ങാൻ. നമുക്കറിയാം, അതിന് ഏകയോഗ്യനായി നമ്മുടെ കർത്താവായ യേശു മാത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. കർത്താവിനോട് നമ്മുടെ സ്നേഹം അധികമായി പെരുകട്ടെ. സ്തോത്രം. അപ്പൊ വേറെ ആരും ഈ പുസ്തകം വാങ്ങാൻ വെളിപ്പാട് 5-ാം അധ്യായത്തിൽ മുൻപോട്ട് വരാതിരുന്നതിന് കാരണം മനസ്സിലായോ? അക്ഷയതയും നിത്യജീവനും നമുക്ക് നേടിത്തന്നവനായി, നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില കൊടുത്തവനായി വേറെ ആരും ഇല്ല. വേറെ ആരുമില്ല, ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് ആരും മുൻപോട്ട് വരാഞ്ഞത് കൊണ്ട് മുമ്പോട്ട് വരാതിരുന്ന ദൂതന്മാരുൾപ്പെടെ ഉള്ളവർ ഏത്തമിട്ട് സമ്മതിക്കുകയായിരുന്നു. സ്തോത്രം. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം മനസ്സിലായല്ലോ. നമ്മുടെ വീണ്ടെടുപ്പ് സംബന്ധമായും നമ്മുടെ വീണ്ടെടുപ്പ് വില സംബന്ധമായും ഒക്കെയുള്ള കാര്യങ്ങളാണ്. സ്തോത്രം. ആ പുസ്തകം വാങ്ങാൻ വേറെ ആർക്കും യോഗ്യതയില്ല. ഈ വില കൊടുത്ത വീണ്ടെടുത്ത ആ രക്ഷകന്, ആ വ്യക്തിക്ക് മാത്രം. അതുകൊണ്ട് യേശു മാത്രം മുൻപോട്ട് വരുന്നു, ആ പുസ്തകം വാങ്ങുന്നു. അപ്പോൾ എന്തായിരിക്കും അതിൽ എഴുതിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. ആ പുസ്തകം, അതിന്റെ മുദ്ര പൊട്ടിച്ച് 1-ാം മുദ്ര മുതൽ മുദ്രകൾ ഓരോന്നായി തുറന്ന് സകല മാനവജാതിക്കും സകല സൃഷ്ടിക്കും ചരാചരങ്ങൾക്കും വീണ്ടെടുപ്പ് നൽകുന്ന ഒരു പ്രക്രിയയാണ്. അതിന്റെ ഉള്ളടക്കമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇത്രയും വ്യക്തമാണോ? ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയം? ഒന്നുമില്ല. ശരി. ഈ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വീണ്ടും വെളിപ്പാട് 6-ലേക്ക് പുനഃപ്രവേശം ചെയ്യാം. അവിടെ 1-ാം മുദ്ര കുഞ്ഞാട് പൊട്ടിച്ചു. മുദ്രകളെല്ലാം തന്നെ തുറക്കുന്നത് ദൈവ കുഞ്ഞാടാണ്. കാരണം വേറെ ആർക്കും ഇതിന് അവകാശമില്ല. മുമ്പ് പറഞ്ഞതുപോലെ യേശു കർത്താവ് ജയാളിയായിരിക്കുന്നു എന്നാണ് നാം 5-ാം അധ്യായത്തിൽ വായിച്ചത്, അല്ലേ? പുസ്തകം വാങ്ങാനും അതിന്റെ മുദ്ര തുറക്കുവാനും ഒരുവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ജയം പ്രാപിക്കുക എന്നതൊരു യുദ്ധഭാഷയാണ്. ഇറ്റ്സ് എ ബാറ്റിൽ വൊക്കാബുലറി. ജയം പ്രാപിച്ചിരിക്കുന്നു. ഒരു മൽപ്പിടുത്തം നടന്നതുപോലെയാണ്. എന്തായിരുന്നു യേശുവിന്റെ ജയം എന്ന് നമുക്കറിയാം. പക്ഷേ ആ വിജയം ഒന്നും മനുഷ്യന്റെ മേൽ, മറ്റൊരാളിന്റെ മേൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് യേശു ആഗ്രഹിക്കുന്നില്ല. ആ വിജയത്തിൽ വിശ്വാസത്താൽ നമുക്ക് പങ്കാളികളായി തീരാം. സ്വമനസ്സ. അങ്ങനെ ഇവിടെ കുഞ്ഞാട്
മുദ്രകൾ ഭേദിക്കുകയാണ്. ഒന്നാമത്തെ മുദ്രാഭേദനം നമ്മൾ കണ്ടു. വെള്ളക്കുതിരപ്പുറത്തൊരുത്തൻ കിരീടമൊക്കെ ധരിച്ച് ജയിക്കുന്നവനും ജയിപ്പാനായും പുറപ്പെട്ടു. പക്ഷേ ഇവന്റെ ജയം നമ്മൾ കണ്ടു, ദൈവം അനുവദിക്കുന്ന പരിധിക്കകത്ത് മാത്രമേ പറ്റൂ. പരിധിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. സ്തോത്രം. അങ്ങനെ ദൈവകുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. ഒന്നാം മുദ്രാഭേദനത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണല്ലോ, ക്രിസ്തുവാണ് വരുന്നതെന്ന് തോന്നിക്കുമാറ് കൗണ്ടർഫീറ്റ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ഒരു ഡിറ്റോ, യേശു ക്രിസ്തുവാണെന്ന് ജനത്തെ തോന്നിപ്പിക്കും അളവിൽ ഒരുത്തൻ പുറപ്പെട്ടു വരിക. എന്തുകൊണ്ട് അവനെ അനുവദിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു കഴിഞ്ഞു. ഇന്നലെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒന്നാം മുദ്രാഭേദനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട 3ഉം 4ഉം വാക്യങ്ങൾ വായിക്കാം. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. രണ്ടാമത്തെ മുദ്ര കുഞ്ഞാട് ഭേദിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ടാമതൊരു കുതിര. ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിരപ്പുറത്താണ് ഒരുത്തൻ വന്നത്. വെള്ളക്കുതിരപ്പുറത്തെ സവാരി എന്ന് പറയുന്നത് ഒരു മിലിറ്ററി വിജയത്തിന്റെ ആഘോഷം പോലെയാണ്, ഒരു പട്ടാള വിജയത്തിന്റെ ആഘോഷം പോലെയാണ് ഒന്നാമത്തെ മുദ്രാഭേദനത്തിൽ നാം കാണുന്നത്. ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിൽ ഒക്കെയുള്ള പല രാഷ്ട്രങ്ങളെയും അവൻ തോൽപ്പിച്ച് ജയിച്ചു വരുന്ന ഒരു വരവാകാം. എതിർ ക്രിസ്തു ഒന്നാം മുദ്രാഭേദനത്തിൽ ജയിക്കുന്നവനായും ജയിച്ചവനായും ജയിക്കുന്നവനും ജയിപ്പാനായും പുറപ്പെട്ടത്, കിരീടം തലയിൽ വെച്ചിരിക്കുന്നത്, അവൻ ഒരുപക്ഷെ മധ്യ പൗരസ്ത്യ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മധ്യേഷ്യയിൽ, മിഡിൽ ഈസ്റ്റിൽ അവൻ പല രാഷ്ട്രങ്ങളെയും അവന്റെ കൈക്കീഴിലാക്കി ലോകം മുഴുവനും കൈക്കീഴിലാക്കാനുള്ള പുറപ്പാടിൽ വെളിപ്പെട്ടതാകാം. രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിരയ്ക്ക് പകരം അവിടെ വരുന്നത് ഒരു ചുമന്ന കുതിരയാണ്. ചുമപ്പ് എന്തിനെ കാണിക്കുന്നു നമുക്കറിയാമല്ലോ. കൂടെ നിങ്ങളും കൂടെ പോരണേ. ഡേഞ്ചർ, അപകടത്തെക്കുറിച്ച്. മറ്റൊന്ന് ബ്ലഡ്ഷെഡ്, രക്തച്ചൊരിച്ചിൽ. മറ്റൊന്ന് റെവല്യൂഷൻ, വിപ്ലവം. നമ്മുടെ നാട്ടിൽ തന്നെ ചുമലക്കൊടി ആരുടേതാ? വിപ്ലവകാരികളുടേതാ. വിപ്ലവകാരികൾ, റെവല്യൂഷണിസ്റ്റ്. അപ്പോൾ ഇവിടെ പറയുന്ന ചുമന്ന കുതിര
അപകടം മുമ്പിലുണ്ടെന്ന് വിളിച്ചറിയിക്കുന്നു. യുദ്ധമുണ്ടെന്ന് വിളിച്ചറിയിക്കുന്നു. വിപ്ലവം, റെവല്യൂഷൻ ഉണ്ടെന്ന് വിളിച്ചറിയിക്കുന്നു. രക്തപ്പുഴകൾ ഒഴുകാൻ സാധ്യതയുണ്ടെന്നുള്ള വിളംബരമാണ് അവിടെ. മനസ്സിലായോ ചുമന്ന കുതിരയുടെ അർത്ഥം? അത് വിശദമാക്കുന്ന അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന കാര്യമാണ് നാം അവിടെ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. എന്താ ആ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ പണി? കുതിരകൾ വെറുതെ അങ്ങ് വരികയല്ല. കുതിരകൾ ഒറ്റയ്ക്ക് ചുമ്മാതിങ്ങി വരികയല്ല. അതിന്റെ പുറത്താരൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൽ ഈ ചുമലക്കുതിരപ്പുറത്ത് കയറി വരുന്ന കുതിര സവാരി എന്താ അവന്റെ പണി? സമാധാനം എടുത്തു കളയാൻ അധികാരം ലഭിച്ചു. സമാധാനം എടുത്തു കളയുക. ചുമപ്പിന്റെ അർത്ഥം വെളിപ്പെട്ടു വരുന്നത് കണ്ടോ? സമാധാനം എടുത്തു കളയുക. ഭൂമിയിൽ നിന്നേ സമാധാനം നീക്കിക്കളയുക. പിന്നെ തമ്മിൽ തമ്മിൽ വാളുകൊണ്ട് വെട്ടത്തക്കതുപോലെ, തമ്മിൽ തമ്മിൽ വെട്ടിമരിക്കത്തക്കതുപോലെയുള്ള വാളുകളും കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അവന്റെ നിറം പോലെ തന്നെ എന്താണ്? സമാധാനം എടുത്തു കളഞ്ഞ് മനുഷ്യരെ തമ്മിൽ തമ്മിൽ അടിപ്പിച്ച് സ്വസ്ഥതയില്ലാത്തവരാക്കി ലോകത്തിൽ, ഭൂമിയിൽ ചോരപ്പുഴ ഒഴുക്കുവാൻ അധികാരം ലഭിച്ചവനായിട്ടാണ് ഈ കുതിരസവാരി പ്രത്യക്ഷപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പോൾ തന്നെ ലോകത്തിൽ എവിടെ തിരിഞ്ഞാലും എന്തുവാ? വയലൻസ്, അക്രമം, അതിക്രമം, അടിപിടി, കൊലപാതകം. സ്വന്തം കുടുംബത്തിൽ പോലും സുരക്ഷിതരല്ല. സ്വന്തം കുടുംബത്തിൽ പോലും. അത്രയ്ക്കുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും അധർമ്മങ്ങളും ഇന്ന് പെരുകി വരുന്നു. അത് ഇനിയും വർദ്ധിക്കും. സമാധാനം ഭൂമിയിൽ നിന്ന് എടുത്തു കളയും. സ്തോത്രം. സമാധാനത്തിന് പകരം തമ്മിൽ തമ്മിൽ വെട്ടാനുള്ള വാള് കൊടുക്കും. ഇന്ന് വളരെ ചുരുക്കം പേരുടെ കയ്യിൽ മാത്രമേ വടിവാളും കുന്തും ലാത്തി കുറുവടിയൊക്കെ ഉള്ളൂ. കുറച്ചു പേരുടെ കയ്യിലേ ഉള്ളൂ. എന്നിട്ടും എന്തോര അസമാധാനവും ചോരപ്പുഴ ഒഴുക്കലുമാണ്. കൂടെ നിങ്ങൾ ഉണ്ടെന്നാ കരുതുന്നേ. അങ്ങനെയാണെങ്കിൽ ദൈവസഭ ഇവിടെ നിന്നും എടുക്കപ്പെട്ട അനന്തരം, വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്നും നീക്കപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ ഒരിത്തിരി സമാധാനം കിട്ടുമോ? സ്തോത്രം. ദൈവസഭയെ ഉപദ്രവിക്കുന്നവരും അറിയാത്ത ഒരു കാര്യമാണ്. ഇന്ന് ഈ ഭൂമിയിൽ സമാധാനം ഇത്രയുമെങ്കിലും നിലനിൽക്കുന്നതിന് കാരണം ഭൂമിയിൽ ദൈവജനത്തിന്റെ സാന്നിധ്യം.
സ്തോത്രം. എന്നാൽ ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് താമസമിനെ എടുക്കപ്പെടും. എടുക്കപ്പെട്ട് കഴിഞ്ഞ് ഈ ഭൂമിയിൽ സമാധാന അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ കലുഷിതമായിരിക്കും, നഷ്ടപ്പെട്ടതായിരിക്കും. സ്തോത്രം. ഇതാണ് രണ്ടാമത്തെ സംഗതി. മനുഷ്യർ തമ്മിൽ കൊല്ലുവാൻ, വാളെടുത്ത് വെട്ടുവാൻ, യുദ്ധം ചെയ്യുവാൻ സമാധാനം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് ലോകം വഴുതി വീഴുന്നു. എന്നാൽ ഈ ലോകത്തിൽ പാർക്കുമ്പോൾ ദൈവം, നമ്മുടെ കർത്താവ് നമ്മോട് എന്താ പറഞ്ഞത്? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും. സ്തോത്രം. അത് ലോകം തരുന്നത് പോലെ അല്ല. പ്രൈസ് ഗോഡ്. ഈ ഭൂമിയിൽ ഇന്ന് സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്, നാം മൂലം മറ്റനേകരും. പക്ഷേ ദൈവം തന്റെ സമാധാനം പകർന്നു വെച്ചിരിക്കുന്ന സഭ താമസം വിന ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടാൽ, സ്തോത്രം, ഭൂമിയിൽ നിന്ന് സമാധാനം പോയി പിന്നെ സ്വസ്ഥതയോ സമാധാനമോ പ്രത്യാശയോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ലോകം തള്ളിവിടപ്പെടും. അതാണ് നാം അവിടെ കാണുന്നത്. രണ്ടാമത്തെ കുതിര ചുമപ്പ് നിറം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ഇനി വേണോ? ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. മൂന്നാമത്തെ കുതിര. അടുത്ത 2 വാക്യങ്ങൾ വായിക്കാമല്ലോ, 5ഉം 6ഉം. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. സ്തോത്രം. ഇവിടെ കുഞ്ഞാട് മൂന്നാമത്തെ മുദ്ര തുറക്കുന്നു. അപ്പോൾ മൂന്നാമതൊരാൾ അവിടെ പ്രത്യക്ഷപ്പെടും. ഒരു കറുത്ത കുതിര. നമുക്കറിയാം കറുപ്പ് എന്തിനെ കാണിക്കുന്നുവെന്ന്. ദുഃഖത്തെ കാണിക്കും. സന്താപം, ദുഃഖം. എന്താ ദുഃഖം? ദുഃഖത്തിന് എന്താണ് കാരണം? ക്ഷാമം. ഈ കറുത്ത കുതിര ദുഃഖത്തിന്റെ, കഷ്ടതകളുടെ പ്രതീകമാണ്. ആ കറുത്ത കുതിര വന്ന് അല്ലെങ്കിൽ ഭൂസീമാവാസികൾക്ക് ദുഃഖം, വേദന പരത്തുവാനുള്ള കാരണമാണ് നാം കണ്ടത് ക്ഷാമം. രണ്ടാമത്തെ കുതിര അസഹിഷ്ണു, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, രണ്ടാമത്തെ കുതിര സമാധാനമില്ലാത്ത, അസമാധാനം വ്യാപരിപ്പിക്കുന്ന ഒരു കുതിരയായി, അല്ലെങ്കിൽ ആ കുതിര സവാരിക്കാരൻ സമാധാനം എടുത്തു കളയുന്ന ഒരുവനായി വന്നു. മൂന്നാമത്തേത് ക്ഷാമം, ഫാമിൻ.
ഈ ക്ഷാമം ഉണ്ടായാൽ തന്നെ സമാധാനം കെടുമല്ലോ. ക്ഷാമം ഉണ്ടായാൽ തന്നെ സമാധാനം നഷ്ടമാകും. നമ്മുടെയൊക്കെ വീടുകളിലായാലും ആൾക്കാർ വിശന്ന് വല്ലാത്തൊരു പരുവത്തിൽ അസഹനീയമായ വിശപ്പുമായി വരികയാണെങ്കിൽ പിന്നെ ആളിന് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അല്ലേ? വിശന്നിരിക്കുന്ന, ആഹാരം കഴിക്കാൻ ഇല്ലാതിരിക്കുന്ന ഒരു കുട്ടിയുടെ അടുക്കൽ പോലും നാം ചെന്നാൽ അത് മുഷിടായിട്ട് ഇടപെടുന്നു. ഇവിടെ ഭയങ്കര ക്ഷാമം. എന്ത് വിലയ്ക്കാ വല്ലതും കിട്ടുന്നത്? ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. സ്തോത്രം. ഒരു പണം. എന്താ ഈ ഒരു പണം എന്ന് പറഞ്ഞാൽ? ഒരു സാധാരണക്കാരന്റെ ഒരു ദിവസത്തെ കൂലിയാണ്. ഒരു സാധാരണക്കാരന്റെ ഒരു ദിവസത്തെ കൂലി. യേശു കർത്താവ് പറഞ്ഞൊരു ഉപമയിൽ വഴിയിൽ മെനക്കെട്ട് നിന്ന ചില വ്യക്തികളെ തോട്ടത്തിലേക്ക് അയച്ചു. എന്തായിരുന്നു അവർ പറഞ്ഞൊത്ത കൂലി? ഒരു വെള്ളിക്കാശ്. ഒരു വെള്ളിക്കാശ് അല്ലെങ്കിൽ ഒരു പണം എന്ന് പറഞ്ഞാൽ അതൊരു ഫുൾ ഡേയുടെ ലേബറിന് തുല്യ. ഒരു മുഴുസമയം പകലിന്റെ ഒരു ദിവസത്തിന്റെ പ്രവൃത്തിക്കുള്ള പ്രതിഫലമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ ഒരു ദിവസത്തെ കൂലി കൊണ്ട് ഒരു നേരത്തെ ആഹാരം മേടിക്കാം. ഓർത്ത് നോക്കിക്കേ, നമ്മുടെയൊക്കെ വീടുകളതിൻ്റെ അടുത്തെ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ആളിനെ ആശ്രയിച്ച്, സ്തോത്രം, ആവർത്തിക്കുന്നു, ഒരു ദിവസത്തെ കൂലി കൊണ്ട് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കഴിക്കുന്ന ഒരു സ്ഥിതി. സ്തോത്രം. അതും എത്ര പേർക്ക് കഴിക്കാം? ഒരു ദിവസത്തെ കൂലി കൊണ്ട് അന്നത്തെ റേഷൻ വാങ്ങിയാൽ എത്ര പേർക്ക് കഴിക്കാം? ഒരാൾക്കേ ഉള്ളൂ. ഒരാൾക്ക്. എത്ര ക്ഷാമത്തിന്റെ അവസ്ഥ! ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. ഇനി ഗോതമ്പും അരിയൊന്നും വേണ്ട, അതേ കൂടെ കുറെ കൂടെ ഇങ്ങ് താഴെ വന്ന് വല്ലതും കഴിച്ചെന്ന് വരുത്തിയാൽ മതി. ഒന്ന് കഴിച്ചു എന്ന് വരുത്തിയാൽ മതി. പക്ഷേ അതിനു പോലും ഒരാൾക്കുള്ളതേ ഉള്ളൂ. ഉൽപ്പത്തി 18-19 അധ്യായങ്ങളിൽ അബ്രഹാമിന്റെ അടുക്കൽ ദൂതന്മാര് വരുന്നു. എത്ര ഇടങ്ങഴി മാവെടുത്ത ആ 3 പേർക്ക് ആഹാരം ഉണ്ടാക്കിയത്? ഓരോ പറ മാവ്. ഓരോ പറ, ഒരു പറയല്ല, ഓരോ പറ. അതുകൊണ്ടാണ് പറഞ്ഞത് ഏകദേശമൊക്കെ ഒരു പറ നിലം എന്ന് പറഞ്ഞാൽ ഒരു പറ ഗോതമ്പെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ആഹാരം
ഒരു ദിവസത്തെ കൂലി കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാ. അത് സാധാരണ ഒരിടങ്ങഴി സാധനം കൊണ്ട് ഒരാൾ ഒരു നേരം കഴിക്കും. പക്ഷെ ഒരു ഫുൾ ഡേയിൽ അധ്വാനിച്ചാൽ ആ കൂലി കൊണ്ട് ഇവിടെ പറയുന്നു ഒരാൾക്ക് ഒരു നേരം കഴിക്കാനുള്ള ആഹാരം വാങ്ങാം. അപ്പോൾ പിന്നെ തന്നെ ആശ്രയിച്ച് കഴിയുന്ന വീട്ടുകാരോ? ക്ഷാമം, വിശന്ന്, ഒന്നുമില്ലാതെ വല്ലാതെ അലയുന്ന, അലട്ടുന്ന, ദുഃഖപൂർണമായ അവസ്ഥയാണത്. നാം വിലാപഗീതങ്ങളിൽ പ്രവാചകനായ യിരെമ്യാവ് ഇക്കാര്യം അതിന്റെ ചെറിയൊരു സൂചന നമുക്ക് തരുന്നുണ്ട്. നാലാമത്തെ അധ്യായം അതിന്റെ 1 തൊട്ട് വായിച്ചോളൂ. 4 വിലാപഗീതങ്ങൾ, ലാമെന്റേഷൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 1 following. അയ്യോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോട് തുല്യരായിരിക്കുന്ന സിയോന്റെ വിശിഷ്ട പുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നതെങ്ങനെ? കുറുനരികൾ പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിയോ മരുഭൂമിയിലെ ഒട്ടകപക്ഷിയെ പോലെ ക്രൂരയായി തീർന്നിരിക്കുന്നു. മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല. സ്വാദുഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു. ധൂമ്രവസ്ത്രം ധരിച്ചു വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യും. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇനി 10ാമത്തെ വാക്യം. കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു. അവർ എന്റെ ജനത്തിൻ പുത്രിയുടെ നാശത്തിങ്കിൽ അവർക്ക് ആഹാരമായിരുന്നു. കണ്ടോ, യഹൂദയെ ദൈവം അവരുടെ പാപം നിമിത്തം ന്യായമായിട്ടൊന്ന് ശിക്ഷിച്ചതാണ്. അപ്പോൾ തന്നെ നാം കാണുന്നു, ക്ഷാമം കൊണ്ട് യുവതി യുവാക്കൾ പോലും വഴിത്തലയ്ക്കൽ വീണ് കിടക്കുന്നു. അത്രയ്ക്ക് ഭീകരമായ ഒരു അന്തരീക്ഷം ക്ഷാമം നിമിത്തം യഹൂദർ അനുഭവിച്ചു. അവരുടെ പാപം നിമിത്തം ഒന്ന് ചെറിയ ശിക്ഷ കൊടുത്തതാണ്. ക്ഷാമം മൂത്തിട്ട് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഒരിറ്റ് മുലപ്പാല് കിട്ടാനില്ലാത്തതുപോലെ ക്ഷാമം. അത്രയ്ക്ക് വലിയ ക്ഷാമം, സമാധാനമില്ലാത്ത അവസ്ഥ. ഇതിന്റെ അനേകം മടങ്ങായിരിക്കും 3ാം മുദ്ര പൊട്ടിക്കുമ്പോൾ കറുത്ത കുതിരപ്പുറത്ത് കയറി വരുന്ന ആ കുതിരസവാരിക്കാരൻ ക്ഷാമം വരുത്തി, ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ ജനം അസമാധാനത്തിന്റെ അങ്ങ് ഉച്ചകോടിയിലേക്ക് എത്തുകയാണ്. ക്ഷാമം, അതാണ് 3ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉള്ള സംഗതി. കറുത്ത കുതിര, റേഷന് മാത്രം ആഹാരം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? ഇല്ല എങ്കിൽ പ്രിയരെ, കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള സമാധാനം, സമൃദ്ധി, അവയ്ക്കൊക്കെ വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ വരുവാനുള്ള സകലത്തിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാനും മനുഷ്യപുത്രന്റെ മുമ്പ് നിൽപ്പാനും നമുക്ക് കഴിയേണ്ടത്.
ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കാം, ജാഗരിച്ചു കൊണ്ടിരിക്കാം. സ്തോത്രം. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.